ഹലോ, ഗുഡ് മോർണിംഗ്. വേദു ചാരൂസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല അന്തരീക്ഷമല്ലേ? ഞാൻ രാവിലെ ഞാൻ ഡോറ് തുറന്നു നോക്കിയപ്പോൾ നല്ല ഭംഗി. എന്നിട്ട് പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ വീഡിയോ എടുത്തു കേട്ടോ. നല്ല രസമുണ്ട് കാണാനില്ലേ? രാവിലത്തെ ആ മഞ്ഞും പിന്നെ ആ സൂര്യപ്രകാശം കൂടി കലർന്നിട്ടുള്ള ഒരു പിക്കാട്ടത് സൂപ്പറായിട്ടുണ്ട്. പിന്നെ എന്താണ് വിശേഷങ്ങളൊക്കെ? ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണേ. എന്താണെന്നറിയോ? ഇന്ന് മക്കളുടെ 28. അപ്പോൾ നമുക്ക് 28ൻ്റെ വീഡിയോ കണ്ടാലോ? അപ്പം രാവിലെ തന്നെ വേദു, ഞാൻ എണീക്കുന്ന കൂടെ തന്നെ വേദു എണീറ്റിട്ടോ. വേദുല്ല, ചാരു എണീറ്റേ. വേദുട്ടിനെ പറഞ്ഞയക്കാൻ നോക്കുകയാണേ. അപ്പോൾ അത് രണ്ട് ഭാഗത്ത് മുടി കെട്ടി. പിന്നെ ഇന്ന് സുന്ദരിയായിട്ട് പോകണമെന്നാണ് പറഞ്ഞുള്ളത്. എന്താണെന്നാലേ ഇന്ന് ID കാർഡിൻ്റെ ഫോട്ടോ എടുക്കുന്ന ദിവസമാണ്. അപ്പോൾ നല്ല സുന്ദരി കുട്ടികളായിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സുന്ദരി കുട്ടിയാക്കി കൊടുക്കാം അല്ലേ? പൊട്ട് നാട്ട് കൊടുത്തിട്ടോ. പക്ഷേ ഐലൈനറൊക്കെ അവൾ തന്നെയാണ് എഴുതിയിട്ട് സ്വന്തമായിട്ട് എഴുതി പൊട്ടൊക്കെ ഇട്ട് കൊടുത്തു, സുന്ദരി കുട്ടിയാക്കിട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ചാരു അവിടെ അവളേതായ കുറച്ച് വിക്രസ് കാട്ടണം. അല്ലെങ്കിലും വിക്രസ് ചെയ്യൽ കുറച്ച് കൂടുതലാണ്. ഞങ്ങൾക്ക് ഒരു പേന കിട്ടിയാൽ 4 ഭാഗങ്ങളാക്കി തരും. അത് ഊരി എല്ലാതും കയ്യിലാക്കി അങ്ങനെ ഇതാ ചായ കുടിക്കാൻ ഇറങ്ങി. ഇന്ന് ദോശ, നീർദോശയും ചമ്മന്തിയാട്ടോ. ഞങ്ങൾക്ക് ഉപ്മാവാണ്. വേദുട്ട ഉപ്മാവ് കഴിക്കാത്ത കാരണം അവൾക്ക് ദോശയും ചമ്മന്തിയും ആക്കി കൊടുത്തു കേട്ടോ. അങ്ങനെ ഇതാ ലഞ്ച് ബോക്സൊക്കെ എടുത്ത് വെച്ചു. അവളെന്നെ വേദുട്ടിനെ കൊണ്ടാക്കിയിട്ട് വേണം എനിക്ക് പണികൾ തുടങ്ങാൻ കേട്ടോ. ആതിരയുടെ വീട്ടിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അവർ വരുന്നതിനുള്ളിൽ അടിച്ചൊരി തുടക്കി എല്ലാ പണികളും കഴിയണം. അപ്പോൾ വേദുട്ടിനെ കൊണ്ടാക്കിയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. വേദുട്ടനെ ഞാൻ കൊണ്ടാക്കാൻ പോകുമ്പോൾ മിക്ക ദിവസം ചാരു ബേബി കരയൂട്ടാം. സ്കൂട്ടറിൽ പോണത് ഇഷ്ടമല്ല. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഞാൻ ബിസ്ക്കറ്റാ മിഠായി എന്തെങ്കിലും മേടിച്ചു കൊണ്ടുവരും ചാരു ബേബിയുടെ കരച്ചിലൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പതിയെ പോലെ തെറ്റിക്കാതെ ഇന്നും നേരത്തെ എണീച്ച കാരണം അവൾ കാണുമല്ലോ ഞങ്ങൾ പോണത്. എന്നിട്ടും തീരെ ആ കഴുത്തിൻ്റെ അവിടുത്തെ ബട്ടറില്ല കേട്ടോ. തീരെ ഇഷ്ടമല്ല അവൾക്ക്. അതിട്ടാലാണ് ഒരു ഭംഗി ഉണ്ടാവുക. യൂണിഫോം ഒരു ഭംഗിയിൽ കിടക്കണമെങ്കിൽ ആ കഴുത്തിൻ്റെ അവിടുത്തെ ഇട്ടാലാണ് ഭംഗി ഉണ്ടാവും. അപ്പം ഇന്ന് ID കാർഡിന് ഫോട്ടോ എടുക്കണമല്ലേ, ഒന്ന് ഇടറാ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പോരാ പറഞ്ഞിട്ട് സമ്മതിച്ച് തന്നിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കൊണ്ടാക്കി. പിന്നെ ഇതാ നൂലുകെട്ടിൻ്റെ സമയമായി. അപ്പം ഞങ്ങൾ നൂല് കെട്ടാനുള്ള പരിപാടി നോക്കട്ടെ. അങ്ങനെ എല്ലാവരും വന്നു. ആദ്യം രണ്ടാളേനും കസവ് കൊണ്ട് എടുപ്പിച്ചിട്ടു. അതിനുശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇന്ന് രണ്ടാളും സുന്ദരനും സുന്ദരിയാവും. ഇന്നല്ലേ ആദ്യമായിട്ട് കണ്ണെഴുതാൻ പോകുന്നത്. അന്ന് എണ്ണൊക്കെ തേച്ച് രണ്ടാളും നല്ല സുന്ദരനും സുന്ദരിയായും കുളിച്ചിട്ടുണ്ട്. അതാണ് തോന്നുന്നത്. നല്ല ഉറക്കമാണ്, കണ്ട ശാന്തമായ ഉറക്കം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചരട് കെട്ടാൻ പോട്ടെ. ചരട് കെട്ടുമ്പോൾ നമുക്ക് വലംപിരിയും ഇടംപിരിയും അതെങ്ങനെ ഇടണ്ടെന്ന് അറിയില്ല കേട്ടോ. അരയിലൊന്നും ഇടാനില്ല, കുഞ്ഞീയൊരു അര അത് ഇട്ട് കൊടുത്തപ്പോൾ തന്നെ അങ്ങോട്ട് അഴിഞ്ഞു വീഴാട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് ചുറ്റി കെട്ടി. അങ്ങനെ അത് കഴിഞ്ഞ് ചക്കാൻകുട്ടിയുടെ ഒരു വിധം കഴിഞ്ഞ് അധികം ആൾക്കാരില്ല കേട്ടോ. അവളെ വീട്ടിൽ നിന്ന് കുറച്ച് പേര് വരും. പിന്നെ ഇവിടെ ഉള്ളവർ തന്നെ ഉള്ളൂ. പിന്നെ ഏട്ടനില്ല, ഏട്ടന് ലീവില്ലാത്ത കാരണം ഏട്ടൻ വന്നില്ലേ. ഞങ്ങൾ 6ാം മാസം അല്ലെങ്കിൽ ബർത്ത്ഡേ, ഫസ്റ്റ് ബർത്ത്ഡേ ഞങ്ങൾ നല്ല ആഘോഷമായി കഴിക്കും. 28 അങ്ങനെ ആഘോഷമൊന്നും ഇല്ലല്ലോ. കണ്ണെഴുതും, പൊട്ടിടും, പിന്നെ അരയിൽ കെട്ടും, അത്രയേ ഉള്ളൂ. ആദ്യം ചക്കൻകുട്ടിയുടെ അല്ലാതാണ്ട് കഴിച്ചേച്ച് എന്നിട്ടാണ് പെൺകുട്ടിക്ക് ചെയ്യണുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ്. 28 കഴിഞ്ഞാൽ മക്കളെ ഒരു പ്രത്യേക മണ. എന്ത് മണാണേ എനിക്കിഷ്ടമാണ് കേട്ടോ. ഒരു പൗഡറിൻ്റെ മണവും പിന്നെ ലോഷനും പിന്നെ കൺമഷിയും ഒക്കെ തേച്ച് പറയാൻ പറ്റില്ല അമ്മ അതിൽ. പിന്നെ പ്രസവിച്ച ഉടനെ ഇവരതിന് ഒരു സ്മെല്ലാവും. ഒരു ഈ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലൊക്കെ കിടന്നിട്ട് അവരതിന് ഒരു പ്രത്യേക സ്മെല്ലാവും. അതൊക്കെ നല്ല ഇഷ്ടമാട്ടോ. 28ൻ്റെ അന്ന് കണ്ണൊക്കെ എഴുതിയാലും പുരിയൊക്കെ എഴുതിയാലൊക്കെ പിള്ളേർ മുഖം കൊണ്ട് മാറും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഫസ്റ്റത്തെ മുഖമായിരുന്നു ഭംഗിയെന്ന്. പിന്നെ നമ്മൾ കണ്ണും പുരികം എന്നും എഴുതിയാൽ പിന്നെ ഇതാ ഭംഗിയിട്ട കാണാനും. അടുത്ത പെൺകുട്ടിയാണേ. അയാളെ എടുക്കാനും പിന്നെ ഉണ്ട് ഇച്ചിരി തടി, ചെക്കനെക്കാട്ടിയും കുറച്ച് തടി ഉണ്ട്. പിന്നെ കുട്ടികളെ എടുക്കുമ്പോൾ കുട്ടീനെ എടുത്തു എന്നുള്ളൊരു ഫീല് തോന്നണമെങ്കിൽ പെൺകുട്ടീനെ എടുക്കണം. അങ്ങനെ ഇതാ പെൺകുട്ടിയുടെ അരയിലും കിട്ടി കരിവാള ഇട്ട് കൊടുത്തു. പിന്നെ അരയിലിട്ട് കൊടുത്തു. പിന്നെ പൊട്ടും കണ്ണും പുരികം ഒക്കെ എഴുതി അവളും സുന്ദരിയായി. ആതിര പറയും ഒന്ന് മേക്കപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ മാല ഇടാൻ വേണ്ടിയിട്ട് കൊതിയാവുക, അല്ലെങ്കിൽ കമ്മലിടാൻ വേണ്ടിയിട്ട് കൊതിയാവും. ശരിയാണ് ഗൈസ്, നമ്മൾ പ്രസവിച്ചെടുക്കുന്ന ടൈമിൽ ഞാൻ ഇക്കൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ മാല ഇടാനും സിന്ദൂരം ഇടാനും നല്ല ആഗ്രഹമായിരുന്നു. പക്ഷെ അമ്മ ഒന്നും സമ്മതിക്കില്ല. പ്രസവിച്ച് കിടക്കുമ്പോൾ അതൊന്നും ചെയ്യാൻ പാടില്ല. എന്നാൽ 28 കിട്ടണം. എന്നാലും 28ൻ്റെ അന്ന് നമുക്ക് എല്ലാം ചെയ്യാം. കണ്ണൊക്കെ എഴുതാം, പൊട്ട് തൊടാം. അതൊക്കെ ഒരു സന്തോഷമാണ് കേട്ടോ. അങ്ങനെ ഏതാ ചെക്കൻകുട്ടീനെ ചെയ്ത പോലെ എല്ലാ കാര്യങ്ങളും കോറിയിട്ട് കൊടുക്കണം എല്ലാ ഭാഗത്തും. വള ഇട്ട് കൊടുത്താൽ കൈയിൻ്റെ മുട്ടിൻ്റെ മേലേക്ക് കയറും കേട്ടോ വള. അമ്മ അതിരിയാ. കുറച്ച് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ കണ്ണും പുരുകും പൊട്ടൊക്കെ ഇട്ടെന്ന്. പക്ഷെ ആ നേരത്ത് കണ്ണെഴുതിയില്ല കേട്ടോ. ഇപ്പോഴാണ് കണ്ണെഴുതണേ. ഇനി നമുക്ക് ഉണ്ണികളെ കുറച്ച് ഫോട്ടോസ് കാണാം. അതെ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ എന്താ ഫോട്ടോസൊക്കെ എടുത്തു രണ്ടാളിലും. പിന്നെ അടുത്ത പരിപാടി എന്താ, ഫുഡ് കഴിക്കൽ. അന്നമാണല്ലോ ഉന്നം. അപ്പോൾ അതാ നമ്മൾ അടുത്ത പരിപാടി ഫുഡിൻ്റെ പരിപാടിയാണ്. സൂപ്പർ സദ്യയാണ്. പരിപ്പ് പായസം
അതുപോലെ തന്നെ പഴം പപ്പടമൊക്കെ കൂട്ടിയിട്ട് കുഴച്ചാണ്ടല്ലോ സൂപ്പറാ. അങ്ങനെ അതൊക്കെ കഴിച്ചു, ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ വീട്ടുകാർ എന്ന് പറയുമ്പോൾ നമ്മൾ അവസാനം ഇരിക്കും. വന്നവരൊക്കെ ഫസ്റ്റ് ഇരുന്ന് അവസാനമാണ് നമ്മൾ ഇരിക്കുക. അത് വിളമ്പി നമുക്ക് വയ്യാതെ. പിന്നെ എനിക്ക് വിശക്കുന്നില്ല. എന്താ വെച്ചാൽ ഞാനൊരു ഗ്ലാസ് പായസം ഓൾറെഡി മുന്നേ കുടിച്ച്, അതുകൊണ്ട് എനിക്ക് വിശക്കില്ല. അത് നമ്മൾ മുൻകൂർ ജാമ്യമായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുടിക്കണം, അപ്പോഴേ നമുക്ക് വിളമ്പി കൊടുക്കാനൊരു ഉഷാറുണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അവസാനം ഞങ്ങൾ ഇരിക്കുന്ന ടൈമിൽ കറണ്ടും പോയി. സബാഷ്, സൂപ്പറായി. എനിക്ക് ബിരിയാണി ഞങ്ങളുടെ ഇഷ്ടം സദ്യ കേട്ടോ. ഒരുവിധം ആൾക്കാർക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എന്തായാലും എനിക്കിഷ്ടം സദ്യയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. കുറച്ച് നേരം മക്കളൊക്കെ ആയിട്ട് ഇരുന്നു, ഫോട്ടോസൊക്കെ എടുത്തു. അടുത്ത വീഡിയോയിൽ മക്കളുടെ ഡ്രസ്സിൻ്റെ കളക്ഷൻസ് ആയിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ, സീ യു.